ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ ബൈബിൾ വായന 1 ശമൂവേലിലെ ചരിത്ര വിവരണത്തിൽ നിന്ന് സങ്കീർത്തന പുസ്തകത്തിലേക്കാണ് വീണ്ടും നമ്മെ കൊണ്ടുപോകുന്നത്. സങ്കീർത്തനങ്ങൾ 56, 120, 140, 141, 142. ആദ്യ നോട്ടത്തിൽ ഇത് ദാവീദിൻ്റെ കഥയ്ക്ക് ഒരു ഇടവേള പോലെ തോന്നാം. എന്നാൽ അത് തിരുവെഴുത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രത്യേകതകളിലൊന്നാണ്. നമുക്കറിയാം സങ്കീർത്തനങ്ങൾ ദാവീദിൻ്റെ പ്രാർത്ഥനകളാണെന്ന്. അതിനാൽ തന്നെ ദാവീദിൻ്റെ ജീവിതം പരാമർശിക്കുന്ന പുസ്തകങ്ങളിൽ അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സങ്കീർത്തനങ്ങളിലേക്കും മറ്റ് പുസ്തകങ്ങളിലേക്കും ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് എത്തി നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് കൂടുതൽ ആധികാരികമായി ബൈബിൾ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും കേൾവിക്കാരെ സഹായിക്കും. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകങ്ങൾ ദാവീദിൻ്റെ ബാഹ്യ ജീവിതം, അവൻ്റെ യാത്രകൾ, യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നു. എന്നാൽ സങ്കീർത്തനങ്ങൾ അവൻ്റെ ആന്തരിക ജീവിതം, പ്രാർത്ഥനകൾ, ഭയങ്ങൾ, വിശ്വാസം, ആരാധന എന്നിവ വെളിപ്പെടുത്തുന്നു. ശമൂവേൽ ദാവീദിൻ്റെ ലൗകിക ജീവിത പ്രതിസന്ധികളെക്കുറിച്ച് പറയുന്നു. സങ്കീർത്തനങ്ങൾ ദാവീദ് തൻ്റെ ലൗകിക പോരാട്ടങ്ങളെ എങ്ങനെ ആത്മീകമായി നേരിട്ടു എന്നും ആ നാളുകളിൽ താൻ അനുഭവിച്ച ദൈവകൃപയെക്കുറിച്ചും നമ്മെ കേൾപ്പിക്കുന്നു. 1 ശമൂവേൽ 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിലെ ചരിത്രം തുടരുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് ആ വിവരണത്തിന് ഒരു ഇടവേള നൽകുകയും പ്രതിസന്ധികളുടെ നാളുകളിൽ ദാവീദിനെ താങ്ങി നിർത്തിയ പ്രാർത്ഥനകൾ കേൾക്കാൻ നമ്മെ അനുവദിക്കുകയും ചെയ്യുന്നു. ഈ സങ്കീർത്തനങ്ങൾ 1 ശമൂവേൽ 21 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലെ സംഭവങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ളവയാണ്. ദാവീദ് ശൗലിൽ നിന്ന് ഓടിപ്പോയി, ഗത്തിൽ അഭയം തേടി, അതുല്ലാം ഗുഹയിൽ ഒളിച്ചു, മരുഭൂമിയിൽ അലഞ്ഞു നടന്നു, കെയിലയിലെയും സീഫിലെയും ജനങ്ങളിൽ നിന്ന് വഞ്ചന അനുഭവിച്ചു, നിരന്തരം മരണഭീഷണിയിൽ ജീവിച്ചു. പുറമെ അവൻ ഒരു ഒളിവുകാരനായിരുന്നു, എന്നാൽ ഉള്ളിൽ ദൈവം അവനെ തൻ്റെ ഹൃദയത്തിനൊത്ത മനുഷ്യനാക്കി രൂപപ്പെടുത്തുകയായിരുന്നു. സുഖസൗകര്യങ്ങളിലൂടെയല്ല, കഷ്ടതകളിലൂടെയാണ് ദൈവം അവനെ രാജാസനത്തിനായി ഒരുക്കിയത്. 56-ാം സങ്കീർത്തനം 1 ശമൂവേൽ 21 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത് പോലെ ദാവീദ് ഗത്തിൽ ഫെലിസ്ത്യരുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ എഴുതിയതാണ് ഈ സങ്കീർത്തനം. മനുഷ്യനോട്ടത്തിൽ രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു അവൻ. എന്നാൽ ഈ സങ്കീർത്തനം തിരുവെഴുത്തിലെ ഏറ്റവും ആശ്വാസകരമായ ഏറ്റുപറച്ചിലുകളിൽ ഒന്നോടെ ആരംഭിക്കുന്നു. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ദാവീദ് തൻ്റെ ഭയത്തെ നിഷേധിക്കുന്നില്ല. വിശ്വാസം എന്നത് ഭയമില്ലായ്മയല്ല, ഭയമുണ്ടായിട്ടും ദൈവത്തിൽ ആശ്രയിക്കാൻ തിരഞ്ഞെടുക്കുന്നതാണ്. അവൻ വീണ്ടും പറയുന്നു, എൻ്റെ ഉഴൽച്ചകളെ നീ എണ്ണിയിരിക്കുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ. എത്ര മനോഹരമായ ചിത്രം! വനാന്തരത്തിൽ ദാവീദ് ചൊരിഞ്ഞ ഓരോ കണ്ണുനീരും ദൈവത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അവൻ്റെ കഷ്ടപ്പാടുകൾ അർത്ഥശൂന്യമായിരുന്നില്ല. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം തൻ്റെ മക്കളുടെ നിശബ്ദ കണ്ണുനീർ ഒരിക്കലും അവഗണിക്കുന്നില്ല എന്നതാണ്. ലോകം നമ്മുടെ വേദന കാണാതിരിക്കാം, എന്നാൽ ദൈവം ഓരോ കണ്ണുനീരും വിലപ്പെട്ടതായി കരുതുകയും ഓരോ പ്രാർത്ഥനയും ഓർക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 120. ഇവിടെ ദാവീദ് അസത്യത്തെയും കലഹത്തെയും സ്നേഹിക്കുന്ന ജനങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന അനുഭവമാണ് വിവരിക്കുന്നത്. ഞാൻ സമാധാനപ്രിയനാകുന്നു, എന്നാൽ ഞാൻ സംസാരിക്കുമ്പോൾ അവർ കലശൽ തുടങ്ങുന്നു. ഇത് ശൗലുമായുള്ള ദാവീദിൻ്റെ ബന്ധത്തെ കൃത്യമായി ചിത്രീകരിക്കുന്നു. ദാവീദ് സമാധാനം ആഗ്രഹിച്ചു, എന്നാൽ ശൗൽ നിരന്തരം അവൻ്റെ ജീവനെ തേടി. ഇന്നും അനേക വിശ്വാസികൾ ഇതേ അനുഭവം നേരിടുന്നു. നാം അനുരഞ്ജനം ആഗ്രഹിക്കുന്നു, എന്നാൽ ചിലർ ശത്രുത തന്നെ തിരഞ്ഞെടുക്കുന്നു. ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ മനോഭാവം നമുക്ക് നിയന്ത്രിക്കാനാകില്ലെങ്കിലും സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആളുകളായി ജീവിക്കാൻ നമുക്ക് തിരഞ്ഞെടുക്കാം എന്നതാണ്. ക്രിസ്തുവിൻ്റെ അനുയായികളായ നാം വിഭജനങ്ങൾ നിറഞ്ഞ ലോകത്തിൽ സമാധാനം സ്ഥാപിക്കുന്നവരായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. സങ്കീർത്തനം 140. ശൗൽ പിന്തുടരുകയും അക്രമികളാൽ ചുറ്റപ്പെട്ടിരിക്കുകയും ചെയ്തിരുന്ന കാലത്ത് ദാവീദ് ഉയർത്തിയ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. പ്രതികാരം ചെയ്യുന്നതിന് പകരം തൻ്റെ കാര്യം ദൈവത്തിൻ്റെ മുൻപാകെ അവൻ സമർപ്പിക്കുന്നു. ന്യായവിധി കർത്താവിനുള്ളതാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു. ദാവീദിൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ യുദ്ധവീര്യമല്ലായിരുന്നു, പ്രതികാരം സ്വന്തം കൈകളിൽ എടുക്കാൻ അവൻ വിസമ്മതിച്ചതായിരുന്നു. 2 തവണ ശൗലിനെ കൊല്ലാനുള്ള അവസരം ലഭിച്ചിട്ടും അവൻ ജീവൻ രക്ഷിച്ചു. കാരണം തൻ്റെ ഉദ്ദേശം ദൈവം തൻ്റെ സമയത്ത് പൂർത്തിയാക്കുമെന്ന് ഉറച്ച വിശ്വാസം അവനുണ്ടായിരുന്നു. ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മെ തെറ്റിദ്ധരിക്കുമ്പോഴും വ്യാജമായി കുറ്റപ്പെടുത്തുമ്പോഴും അന്യായമായി പെരുമാറുമ്പോഴും നമ്മുടെ ആദ്യ പ്രതികരണം പ്രതികാരമല്ല, പ്രാർത്ഥനയായിരിക്കണം എന്നതാണ്. 141-ാമത്തെ സങ്കീർത്തനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥനകളിലൊന്നാണ് ഇവിടെ കാണുന്നത്. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവേ, എൻ്റെ വായ്ക്ക് കാവൽ നിർത്തണമേ.
ശൗൽ അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നിട്ടും തൻ്റെ സുരക്ഷയേക്കാൾ തൻ്റെ വിശുദ്ധിയായിരുന്നു ദാവീദിൻ്റെ വലിയ ആശങ്ക. കഷ്ടത തന്നെ പാപത്തിലേക്ക് നയിക്കരുതെന്ന് അവൻ ആഗ്രഹിച്ചു. നീതിമാന്മാരുടെ ശാസനയെയും അവൻ സ്വാഗതം ചെയ്യുന്നു. അത് തൻ്റെ തലയിൽ ഒഴിക്കപ്പെടുന്ന വിലയേറിയ തൈലം പോലെയാണെന്ന് അവൻ പറയുന്നു. ഇത് നമ്മെ ഒരു ആഴമുള്ള സത്യം പഠിപ്പിക്കുന്നു. പ്രതിസന്ധികളാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവം നമ്മുടെ സാഹചര്യങ്ങൾ മാത്രം മാറ്റണമെന്നല്ല, നമ്മെയും രൂപാന്തരപ്പെടുത്തണമെന്നുമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന് നമ്മുടെ സൗകര്യത്തേക്കാൾ നമ്മുടെ സ്വഭാവത്തിനാണ് കൂടുതൽ പ്രാധാന്യം. സങ്കീർത്തനം 142 അതുല്ലാം ഗുഹയിൽ ഒളിച്ചിരുന്നപ്പോൾ ദാവീദ് രചിച്ചതാണ് ഈ സങ്കീർത്തനം. അവൻ തുറന്നു പറയുന്നു, എന്നെ അറിയുന്നവർ ആരുമില്ല. ദാവീദ് ആഴമായ ഏകാന്തത അനുഭവിച്ചു. അവന് വീടും സ്ഥാനവും സുരക്ഷയും നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഈ സങ്കീർത്തനം പ്രത്യാശയോടെയാണ് അവസാനിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്ത് നീ തന്നെയാണ് എൻ്റെ അഭയവും എൻ്റെ ഓഹരിയും. ആ ഗുഹ ഒരു ഒളിത്താവളം മാത്രമായിരുന്നില്ല, അതൊരു വിശുദ്ധ സന്നിധിയായി മാറി. ദൈവത്തിൻ്റെ മഹത്തായ പല ദാസന്മാരും അവരുടെ ഏറ്റവും ഇരുണ്ട കാലഘട്ടങ്ങളിലാണ് ദൈവസാന്നിധ്യത്തിൻ്റെ ഏറ്റവും ആഴമേറിയ അനുഭവം പ്രാപിച്ചത്. വനാന്തരം ദൈവം ദാവീദിനെ ഉപേക്ഷിച്ച സ്ഥലമായിരുന്നില്ല, അവനെ ഒരുക്കിയ സ്ഥലമായിരുന്നു. ഈ 5 സങ്കീർത്തനങ്ങളിലും മനോഹരമായ ഒരു ആത്മീയ പുരോഗതി നമുക്ക് കാണാം. സങ്കീർത്തനം 56 ഭയപ്പെടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 120 ശത്രുത നിറഞ്ഞ മനുഷ്യരുടെ നടുവിൽ സമാധാനത്തോടെ ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 140 ന്യായവിധി ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. 141 സങ്കീർത്തനം കഷ്ടതയുടെ നടുവിൽ നമ്മുടെ ഹൃദയത്തെയും വാക്കുകളെയും കാത്തു സൂക്ഷിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. 142 സങ്കീർത്തനം എല്ലാവരും പരാജയപ്പെടുമ്പോഴും ദൈവത്തിൽ അഭയം കണ്ടെത്താൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈ സങ്കീർത്തനങ്ങൾ ഒന്നിച്ച് ചേർന്ന് ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ അദൃശ്യമായി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി വെളിപ്പെടുത്തുന്നു. ദാവീദിൻ്റെ തലയിൽ കിരീടം വയ്ക്കുന്നതിന് മുൻപ് ദൈവം അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസം പണിതു. തൻ്റെ വനവാസങ്ങൾ ദൈവത്തിൻ്റെ വിദ്യാലയമായി മാറി. പ്രാർത്ഥന ദാവീദിൻ്റെ ഏറ്റവും ശക്തമായ ആയുധമായി. ഓരോ വിശ്വാസിയും ജീവിതത്തിൽ ഒരു അന്ധകാര കാലം അനുഭവിക്കുന്നു. ഭയം, തിരസ്കാരം, തെറ്റിദ്ധാരണ, ഏകാന്തത, അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത പ്രാർത്ഥനകൾ, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലും വരാം. ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് നാമും ചോദിച്ചേക്കാം. ഈ സങ്കീർത്തനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം നമ്മുടെ ഒരു കഷ്ടപ്പാടും വെറുതെ ആക്കുന്നില്ല എന്നതാണ്. ഗുഹ പലപ്പോഴും വിശ്വാസം ശക്തിപ്പെടുന്ന സ്ഥലമാണ്. സ്വഭാവം ശുദ്ധീകരിക്കപ്പെടുന്ന സ്ഥലമാണ്. ദൈവവുമായുള്ള അടുപ്പം ആഴപ്പെടുന്ന സ്ഥലമാണ്. ദൈവം നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റുന്നതിന് മുമ്പ് പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളെയാണ് മാറ്റുന്നത്. വനവാസത്തിൽ ദാവീദിനെ താങ്ങി നിർത്തിയ അതേ ദൈവം ഇന്നും നമ്മുടെ എല്ലാ പരീക്ഷകളിലും നമ്മോട് കൂടെ നടക്കുന്നു. ഭയമോ തിരസ്കാരമോ ഏകാന്തതയോ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞാൻ ആദ്യം ഓടിച്ചെല്ലുന്നത് എൻ്റെ സാഹചര്യങ്ങളിലേക്കാണോ അതോ എൻ്റെ അഭയമായ ദൈവത്തിലേക്കോ? എൻ്റെ പരീക്ഷണങ്ങൾ നീക്കണമെന്ന് മാത്രമാണോ ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നത്? അല്ലെങ്കിൽ അവയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തിയായി എന്നെ രൂപപ്പെടുത്താൻ ഞാൻ അവനെ അനുവദിക്കുന്നുണ്ടോ? ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്കും പഠിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഏറ്റവും ആഴമുള്ള വിശ്വാസം പലപ്പോഴും ഏറ്റവും ഇരുണ്ട ഗുഹകളിലാണ് ജനിക്കുന്നത്. വനാന്തരം ദൈവത്തിൻ്റെ പദ്ധതിയുടെ അവസാനമല്ല, തൻ്റെ ദാസന്മാരെ കൂടുതൽ പ്രയോജനപ്രദരാക്കുകയും തൻ്റെ മഹത്വത്തിനായി ഒരുക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശീലന ശാലയാണത്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.